നമ്മളെ പുതിയ വിശേഷം കാറാണ്. അതെ അല്ലേ? അതെ. ഏതാണ് കാറ്? എന്താണ് കാറിന്റെ വിശേഷങ്ങള്? ഇത് i20യുടെ ഇറ എന്ന് പറഞ്ഞ മോഡലാണ്. എന്താണ് ഈ i20 തന്നെ സ്റ്റക്ക് ആവാൻ കാരണം? ഹ്യുണ്ടായിയുടെ മോഡൽ അല്ലേ? അതെ അതെ ഉണ്ട്. അതായത് ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പിന്നെ ഇതിനൊരു പ്രീമിയം ലുക്ക് ഉണ്ട്, എന്നാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. രണ്ടും കൂടി ഒത്തു വന്നപ്പോ പിന്നെ എടുത്തു. ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഓടിച്ചു നോക്കിയിട്ട് ബേസിക്കലി എനിക്ക് കാറിന്റെ ആ ഒരു ഗിയർ മാറ്റലും സ്പീഡിൽ പോലൊക്കെ എനിക്ക് ഭയങ്കര. ഇതില് ക്രൂയിസ് കൺട്രോൾ ഉണ്ടോ? നമുക്ക് ഗായത്രി ചേച്ചി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നോക്കിയപ്പം ടയറും പഞ്ചറാ. സ്റ്റെപ്പിന് ഉണ്ടെന്ന് അറിയാലോ, എങ്ങനെ ചേഞ്ച് ചെയ്യും? എന്റെ ഭാഗ്യത്തിന് ഞാൻ എപ്പോഴും പെട്രോൾ പമ്പിന്റെ മുമ്പിലാണ് എന്റെ കാറ്. ഇത് ഇല്ലാത്തൊരു സ്ഥലം. ഞാൻ എന്ത് ചെയ്യുന്നോ, അടുത്തുള്ള ഞാൻ ഗൂഗിളിൽ നോക്കും. എന്തായാലും ഒറ്റയ്ക്ക് വെക്കൂല, മുറ്റയ്ക്ക് വെക്കാൻ പഠിക്കണം. ഇറങ്ങുന്ന സമയത്ത് ടയറൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? എയറുണ്ടോ? ടയറുണ്ടോ? വെറുതെ എയറിനൊക്കെ നമുക്ക് അറിയാലോ, പോയാ മതിയല്ലോ. അപ്പൊ നിക്കും. അപ്പൊ ടയർ പൊട്ടിപ്പോയാലോ? ടയർ പൊട്ടിപ്പോവും. ഹായ് ഹലോ, മൈൽ സ്റ്റോൺ കാഴ്സിൽ നിന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത ചലച്ചിത്ര താരം ഗായത്രി സുരേഷ് ആണ്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളും ചേച്ചിയുടെ കാറിന്റെ വിശേഷങ്ങളും ചോദിച്ചറിയാം. അപ്പം നമ്മളെ പുതിയ വിശേഷം കാറാണ്. അതെ അല്ലേ? ഏതാണ് കാറ്? എന്താണ് കാറിന്റെ വിശേഷങ്ങള്? ഇത് i20യുടെ ഇറ എന്ന് പറഞ്ഞ മോഡലാണ്. എനിക്ക് മെയ് 11th ഡെലിവറി കിട്ടിയത്. സോ ഇറ്റ്സ് എ വെരി ന്യൂ ബേബി. ഐ എം എൻജോയിങ്. റീസെന്റ്ലി ബേബി അല്ലെ? അപ്പൊ ആദ്യം ഒരു നിസാന്റെ ഒരു കാർ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അതിനുശേഷം ബെൻസ് വന്നു, ഇപ്പൊ i20 വരുന്നു. എന്താണ് ഗിരിയേട്ടന്റെ സെറ്റപ്പ്? തൃശ്ശൂർ സ്ലാങ് ആണല്ലോ നമ്മുടെ മെയിൻ, അതാണ് അങ്ങനെ ചോദിച്ചത്. എന്താണ് ഈ ഒരു കാഴ്സിനോട് ഭയങ്കര ക്രേസ് ആണോ? അങ്ങനെയല്ല, ഇത് വേറെ ഉണ്ടായിരുന്ന ഞാൻ അച്ഛന്റെ അമ്മയുടെയും കൂടിയാ താമസിക്കുന്നത്. ഇപ്പോഴാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പൊ ഒറ്റയ്ക്കാണ്. അപ്പോ ഇത്രയും കാലം അച്ഛന്റെ കാറുകളായിരുന്നു, അച്ഛനായിരുന്നു കാറുകൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്റെ 33ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു കാർ സ്വന്തമായിട്ട് അധ്വാനിച്ച്. അപ്പൊ ഈ ബേബി സ്പെഷ്യൽ ആണ്. ഈ ബേബി ഈസ് മൈ ഫസ്റ്റ് ബേബി. അപ്പൊ ഈ വണ്ടി നമുക്കിപ്പം മാർക്കറ്റിൽ കുറെ കാർസ് അവൈലബിൾ ആണ്, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർസ് അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് ഈ i20 തന്നെ സ്റ്റക്ക് ആവാൻ കാരണം? ഹ്യുണ്ടായിയുടെ മോഡൽ അല്ലേ? അതെ അതെ ഉണ്ട്. അപ്പൊ എന്താണ് ഈ i20 ഹുക്ക് ആവാൻ കാരണം? ഇത്രയും കാറുകൾ ഉണ്ടായിട്ടും. അതായത് ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്കൊരു ഹാഷ് ബാക്ക് എടുക്കണം എന്നായിരുന്നു. അപ്പൊ ഈ i20 പോളോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറാണ്. പക്ഷെ പോളോന്റെ മാനുഫാക്ചറിങ് അവർ നിർത്തി തോന്നുന്നു. അപ്പൊ പിന്നെ ഇതിനൊരു പ്രീമിയം ലുക്ക് ഉണ്ട്, എന്നാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. രണ്ടും കൂടി ഒത്തു വന്നപ്പോ പിന്നെ i20 എടുത്തു. ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഓടിച്ചു നോക്കിയിട്ട് ഉണ്ട്. പൊതുവെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. സോളോ ഡ്രൈവ് ആണോ ഇപ്പൊ ഫാമിലിന്റെ കൂടെ അങ്ങനെ, അല്ലെങ്കിൽ ആരെങ്കിലും ഉള്ളതാണോ ഇഷ്ടം? ഒറ്റയ്ക്ക് ഓടിക്കാനാണോ ഇഷ്ടം? ഒറ്റയ്ക്ക് ഓടിക്കുമ്പോ എന്താ വെച്ചാൽ നമുക്ക് പാട്ട് കേട്ട് സ്പീഡൊക്കെ ഓരോ ടോക്ക് ഒക്കെ കേട്ട് പോഡ്കാസ്റ്റ് ഒക്കെ കേട്ട് പിന്നെ ഫാമിലിയുടെ കൂടെ ഇഷ്ടം. അതാവുമ്പോ അവരോട് സംസാരിച്ച് ബേസിക്കലി എനിക്ക് കാറിന്റെ ആ ഒരു ഗിയർ മാറ്റലും സ്പീഡിൽ പോലൊക്കെ എനിക്ക് ഭയങ്കര ചോദിക്കാനിരിക്കുവായിരുന്നു. ഓട്ടോമാറ്റിക് പൊതുവേ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലോ, ഗേൾസ് എപ്പോഴും ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ, മാനുവൽ ഓടിക്കാൻ ഗേൾസിന് വലിയ കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ ഒരു പൊതുവെ ടോക്ക് ഉണ്ട്. അതാ ഞാൻ ചോദിക്കാൻ കാരണം. എന്താണ് മാനുവൽ പ്രിഫർ ചെയ്തത് ഓട്ടോമാറ്റിക് എന്ന് ഡിഫറെന്റ് ആയിട്ട്? എനിക്ക് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ, വെറുതെ ഇരുന്നാ മതി, പിന്നെ ചിലപ്പോ ഉറക്കം വരാനുള്ള സാധ്യത. പക്ഷെ ഇതാവുമ്പോ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കണം, ഗിയർ മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. പൊതുവെ എല്ലായിടത്തും ഉള്ള സംസാരമാണ്, ഗേൾസിന് ഡ്രൈവിംഗ് അറിയില്ല, ഗേൾസ് ഡ്രൈവിംഗ് ഓടിച്ച് ഏതെങ്കിലും വണ്ടിയുടെ ബാക്കിൽ ചെന്ന് കയറും, നമുക്ക് പൊതുവെ അറിയില്ല എന്നൊക്കെയാണ് നോക്കുക. ഞാനും വണ്ടി ഓടിക്കോട്ടെ, അപ്പൊ ഞാനും കേട്ടേക്കുന്ന എങ്ങനെ ഓടിക്കാൻ പഠിക്കാനുള്ള ഒരു ത്വര എന്തായിരുന്നു? എന്റെ അമ്മ ഓടിക്കുമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടായിരിക്കാം ക്രേസ് കയറി. ധൈര്യം വേണ്ട നമുക്ക്. പൊതുവെ പെണ്ണുങ്ങൾ പറയുന്ന ലൈസൻസ് ഉണ്ട്, പക്ഷെ എതിരേന്ന് വണ്ടി വരുമ്പോ ഭയങ്കര പേടിയാ. ഈ ഒരു കോൺഫിഡൻസ് അതെങ്ങനെ ബിൽഡ് ചെയ്തു? അതോട് പറഞ്ഞ എന്റെ അമ്മേനെ കണ്ടു പഠിച്ചതാണ്. അമ്മ വണ്ടി ഓടിക്കുമ്പോ ഒബ്വിയസ്ലി നമുക്കും അത് ഉണ്ടാവുമല്ലോ, എനിക്ക് 18 വയസ്സായിട്ട് വണ്ടി എടുക്കണം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നുള്ളൊരു ഇത് അത് അതിൽ തന്നെയാണ്. ലൈസൻസ് എടുത്ത ഒരു എന്തെങ്കിലും ഒരു കഥയാണോ ലൈസൻസ് എടുക്കാൻ? അത് ഭയങ്കര ഫ്രീ ആയിരുന്നോ വണ്ടി ഓടിക്കാനും?
അല്ലെ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് എടുക്കാൻ പഠിപ്പിക്കൂല. ആ. അപ്പോഴൊക്കെ കുറെ പ്രാവശ്യം വടിയൊക്കെ തട്ടി താഴ്ത്ത് വീണുണ്ട്. പക്ഷെ ലൈസൻസ് എടുക്കുന്ന ദിവസം വളരെ ശ്രദ്ധിച്ച് ഫസ്റ്റ് ടേക്ക് തന്നെ കിട്ടിയോ? കാരണം അത്രയും ഇമ്പോർട്ടന്റ് അല്ലേ. ആ, ഇത് കഴിഞ്ഞ് ശരിയാ. കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാള് കഴിഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും 4 വീലറിന് മാത്രം എടുത്തുള്ളൂ, അതോ 4 വീലർ 2 വീലറിനുണ്ട്? എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ്. അറിവ്. എനിക്ക് ഓർമ്മയില്ല. 2 വീലർ ഓടിക്കാൻ ഇഷ്ടാ? ഭയങ്കര ഇഷ്ടം. പക്ഷെ എടുത്തിട്ടില്ല. 2 വീലർ പണ്ടോട്ട് എന്റെ അച്ഛൻ എൻകറേജ് ചെയ്യാറില്ല. കാരണം ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ട്. റിസ്ക് കൂടുതൽ. സൈഡിൽ കൂടെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മള് എന്താ പറയാ വോബിൾ ചെയ്യും, വീഴും എന്ന് പറഞ്ഞിട്ട്. ഇതാവുമ്പോ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ശരി, എന്ത് പറ്റിയാൽ ഒരച്ചു നിന്നോളും ആ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. ഇനി കാറിന്റെ ഡ്രൈവിംഗിലേക്ക് വരുമ്പോ ഗായത്രി ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു ചേച്ചിയുടെ ഒരു ടാലന്റ് എന്തായിരിക്കും? ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവർ ആണെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഡിഫർ ചെയ്ത് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും ഡിഫർ ആയി നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര കുറച്ചുകൂടിയും കാർ ഓടിക്കുമ്പോൾ കുറച്ച് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. അതായത് ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആവില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ദുരൂഹ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ക്രൈസിസ് വന്നാലും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ആക്സിലറേറ്റർ ഷൗട്ട് ചെയ്യാം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പൊ എനിക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട് എന്ന് തോന്നാം. ഇപ്പൊ എറണാകുളത്ത് ഭയങ്കര ട്രാഫിക് ആണ്, സിറ്റി ട്രാഫിക്. നമ്മൾ പുറത്തിറങ്ങാൻ തന്നെ നമുക്ക് ഭയങ്കര മടിയാണ്. ഈ ഒരു സാഹചര്യത്തില് ഇതിലും ചെറിയ വണ്ടികൾ ഉണ്ടല്ലോ, ഇതിലും വലിയ വണ്ടികളുണ്ട്. പെർഫെക്റ്റ് ചോയ്സ് ആയിട്ട് i20യിലേക്ക് എങ്ങനെ വന്നു? ഫസ്റ്റ് എനിക്ക് കാർ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചപ്പോ തന്നെ മനസ്സിൽ വന്ന വണ്ടി i20? അല്ല, അങ്ങനെയല്ല. കൊറേ ഞാൻ നോക്കി. ഞാൻ എന്താ പറയാ എക്സ്റ്റർ നോക്കി. പിന്നെ അതൊക്കെ എന്റെ ബഡ്ജറ്റിൽ നിന്നും കുറച്ചുകൂടി അധികമാണ്. അപ്പൊ എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന, എന്നാൽ കാണാൻ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് i20 തന്നെയാണ്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, പോളോന്റെ മാനുഫാക്ചറിങ് നിർത്തി, അല്ലെങ്കിൽ ഞാൻ അതെടുത്തേനെ. പോളോയിലായിരുന്നു കണ്ണ്. ഈ വൈറ്റ് കളറിനോട് എന്തെങ്കിലും? ഞാൻ എടുത്ത മോഡലില് വൈറ്റ് കളറേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എനിക്ക് എന്താ പറയാ ഇതിന്റെ i20യുടെ ബ്ലൂ കളർ ഉണ്ട്, കളർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഇല്ല, സ്റ്റോക്ക് ഉണ്ടായില്ല. സ്റ്റോക്ക് ഉള്ളതാ എടുത്തത് അല്ലെ? ഇതില് ക്രൂയിസ് കൺട്രോൾ ഉണ്ടോ നമുക്ക്? അതെന്താന്ന് അറിയില്ല. വലിയ ഡ്രൈവർ അല്ലേ, പ്രോ ഡ്രൈവർ. ക്രൂയിസ് കൺട്രോൾ നമ്മൾ നമ്മളൊരു സ്പീഡിൽ പോകുമ്പോ അത് ക്രൂയിസ് കൺട്രോളിൽ ഞെക്കിയ ആ സ്പീഡ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോളും. ഹൈവേയിലൊക്കെ പോകുമ്പോ ഭയങ്കര അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. ഇപ്പൊ മിക്ക വണ്ടികളിലും അങ്ങനത്തെ ഫീച്ചർ. അപ്പൊ ഇതിന്റെ ആധികാരികമായ വേർഷൻ വലിയ ധാരണയില്ലേ? അങ്ങനെ കുറച്ച് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പൊ ആക്സിലേറ്റർ, ക്ലച്ച്, ഗിയർ അതൊക്കെ അറിയാം. ഇതിന്റെ റിവേഴ്സ് എങ്ങോടാ? പല വണ്ടികൾക്ക് പല റിവേഴ്സ്, അങ്ങനെ അറിയാലോ. ബാക്കാ ഫ്രണ്ടാ? ബാക്ക് റിവേഴ്സ്. അതൊക്കെ അറിയാം. വണ്ടിയുടെ ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലേറ്റർ ഉണ്ട്, ആക്സിൽ ഉണ്ട്. എന്താ ഡിഫറൻസ് ഉണ്ട്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആ ആക്സിലറേറ്റർ കൊടുക്കുന്ന ആ പ്രോസസ് അല്ലേ? ആണോ? സ്പീഡായിട്ട് റിലേറ്റ് ചെയ്ത് വരും. ഓക്കെ, എന്നാലും ഏകദേശം. ആക്സിലേറ്റർ എന്താന്ന് അറിയാം. അതെ, നമ്മൾ ആക്സിൽ എന്താ അറിയില്ല. ഈ റീസെന്റ് ആയിട്ടാ ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇതിന് മുന്നേ വിചാരിച്ചോണ്ടിരുന്നത് ആക്സിലറേറ്ററിനെ ചെറുതാക്കി പറയുന്നതാണ്. ആക്സിലറേറ്റർ കേൾക്കുമ്പോ നമുക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ. അത് ടയറിനെയും നമ്മള് ഇതിനെ എഞ്ചിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ആക്സിൽ എന്ന് പറയുന്നത്. റീസെന്റ്ലി ആണ് ഞാനും പഠിച്ചത്. താങ്കൾ ഈ ഷോ ചെയ്യുന്നോണ്ട് അതിന്റെ ഭാഗമായിട്ട് പഠിച്ചത്? അല്ല, ഞാൻ എല്ലാരോടും ഇങ്ങനെ പറയായിരുന്നു, ആക്സിൽ കൊടുക്കുക. അപ്പൊ എല്ലാരും പറഞ്ഞു മണ്ടി അതല്ല ആക്സിൽ എന്ന് വെച്ചാൽ. ഞാൻ ആക്സിലറേഷന്റെ ഷോർട്ട് ഫോം ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്ത സിനിമകളില് കാറിന്റെ ഏതെങ്കിലും ഷോട്ട്സ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ കാർ ഓടിക്കേണ്ടി വന്നിട്ടില്ല. അയ്യോടാ, അതെന്താ? ഒരു സീനിൽ വന്നിട്ടില്ല. ഞാൻ അടുത്തൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ എനിക്കൊരു കാർ ഓടിക്കണ്ട. അത് ഇറങ്ങിയിട്ടില്ല. അത് അതാണ് ആദ്യമായിട്ട് കാർ ഓടിക്കുന്ന ഒരു, ഇത്രയും കാറിനെ പ്രേമിക്കുന്ന ഒരാളായിട്ടും ഇപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. അത് ചിന്തിച്ചിരുന്നോ? ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കണത്. ചോദിച്ചപ്പോ ഓക്കെ. കാസിന്റെ കേസിൽ പറയുമ്പോ നമുക്കിപ്പോ പല ആൾക്കാർക്കും പല ഇതായിരിക്കും. എനിക്ക് ഭയങ്കര സ്പോർട്സ് മോഡിലുള്ള കാറ് വേണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറ് വേണം. ഗായത്രി ചേച്ചിക്ക് ഭയങ്കര ഇങ്ങനെ റേസിംഗ് അങ്ങനത്തെ. എനിക്ക് സ്പോർട്സ് കാർ ഇഷ്ടം. അടുത്തത് എടുക്കുകയാണെങ്കിൽ ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഈ ഒരു ഡ്രീം കാർ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഡിഫെൻഡർ.
ഓ പൊളിയാ. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ട്രക്കിംഗ് വീഡിയോ ഉണ്ടായില്ലേ? ഇപ്പൊ ജീപ്പ് ഡിഫൻഡർ അങ്ങനത്തെ എനിക്ക് വണ്ടികളൊക്കെ. ഡിഫൻഡർ നല്ല വലിയ വണ്ടിയാണ്, കാണാനും വളരെ നല്ലതാണ്, പ്രീമിയം ആണ്. പക്ഷെ നമ്മളെ സിറ്റിയിലൊന്നും അതുകൊണ്ട് നടക്കൂല അതെ അതെ. അല്ലെ? പക്ഷെ അങ്ങനത്തെ വണ്ടികൾ ഇഷ്ടാണോ പിന്നെ പൊതുവെ? എനിക്ക് ട്രക്ക് ചെയ്യാനൊക്കെ ഇഷ്ടാണ്. ജീപ്പ് ഓടിക്കാനുള്ള ഒരു ധൈര്യം എവിടെ നിന്നാ കിട്ടിയേ? നമ്മള് സാധാരണ റോഡിൽ കാർ ഓടിക്കുന്ന പോലെയല്ലല്ലോ. ജീപ്പില് ട്രക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് അല്ലേ? അതെങ്ങനെ അതിലേക്ക്? എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഡ്രൈവർ പയ്യൻ എന്നോട് ചോദിച്ചു ഓടിച്ചു നോക്കണ്ടോന്ന്. അപ്പൊ ഒരു ഒറ്റ മൈൻഡിൽ അതെ 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 ഓടിച്ചതാ. എനിക്ക് പിന്നെ എന്നെ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യണം. വാശിയാവൊക്കെ. അങ്ങനെ എടുത്താണോ വണ്ടിയും? എനിക്ക് വാക്ക് കൊടുത്തു, ഞാൻ ഏപ്രിലിൽ ഒരു കാർ എടുക്കും. 6 മാസം മുമ്പ് എനിക്ക് തന്നെ വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ഞാൻ അത് പാലിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഈ വർഷത്തെ മറ്റേ വിഷൻ ബോർഡിൽ അത് സക്സസ് ആയി. ഒരു ഡ്രീം കാർ ഉണ്ടെങ്കിൽ അത് ഡിഫൻഡർ ആയിരിക്കും. എടുക്കാൻ പറ്റട്ടെ. ഇനി കാസിന്റെ സീറ്റിന്റെ കാര്യങ്ങളിൽ വരുമ്പോ എനിക്ക് പൊതുവെ പൊക്കം കുറവായതുകൊണ്ട് കേച്ചിട്ട് ലാസ്റ്റ് അറ്റത്തെത്തുമ്പോഴാണ് സീറ്റ് ഒന്ന് കറക്റ്റ് ആവുന്നത്. അപ്പൊ ഈ സീറ്റ് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ബാക്ക് റിലാക്സ് ചെയ്ത് എങ്ങനെയാ? ഇപ്പം പെണ്ണുങ്ങൾ പൊതുവെ ഓടിക്കുമ്പോ എല്ലാരും പറയും ഇങ്ങനെ ഇരുന്നിട്ടോ ഓടിക്കാറ്. എങ്ങനെ ഗായത്രി ചേച്ചിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഓടിക്കാനാണോ? ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും ഈ സീറ്റ് പോസ്റ്റേഴ്സില്? ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനാണോ അതോ നമുക്ക് എത്ര ഈസിലി ആക്സിലേറ്റർ ബ്രേക്ക് ഒക്കെ ചവിട്ടാൻ പറ്റും? അങ്ങനെയാണ്. രണ്ടും കൂടി വരും. കുറച്ച് മുന്നിലേക്ക് ഇടുകയും ചെയ്യും, എന്നാ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാനും. വളരെ മുന്നോട്ട് ഇടാനും പറ്റില്ല, വളരെ പിന്നോട്ട് ഇടാനും പറ്റില്ല. ഒരു അല്ലേ? ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ എവിടെയാണ്? ധാരാളം ഉണ്ടല്ലോ. അതായത് എനിക്ക് വണ്ടി ഓടിച്ചൊരു സ്ഥലത്തേക്ക് പോണെങ്കിൽ എനിക്ക് പറ്റും. ഏത് ട്രാഫിക്കിലും ഞാൻ ഓടിക്കും. ആ കോൺഫിഡൻസ് ഉണ്ട്. ഈ വണ്ടിയുടെ അകത്തെ സാധനങ്ങളെ പറ്റി എങ്ങനെ ധാരണ ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ടോ? എനിക്ക് ആവശ്യമുള്ളതിനെ കുറിച്ച് എനിക്കറിയാം. എന്താ അത് ആവശ്യമുള്ളതൊന്ന് കേക്കട്ടെ. അതായത് എങ്ങനെ സ്റ്റീരിയോ എന്താ പറയാ എങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം, അതാണ് വണ്ടി ഓടിക്കുമ്പോ ആവശ്യം. വളരെ ആവശ്യമില്ലേ അത്? എന്നാലും ഇപ്പൊ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗായത്രി ചേച്ചി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നോക്കിയപ്പം ടയറും പഞ്ചറാ, സ്റ്റെപ്പിന് ഉണ്ടെന്ന് അറിയാലോ, അങ്ങനെ ചേഞ്ച് ചെയ്യും? എന്റെ ഭാഗ്യത്തിന് ഞാൻ എപ്പോഴും പെട്രോൾ പമ്പിന്റെ മുമ്പിലാണ് എന്റെ കാറ്. ഇത് പെട്രോൾ പമ്പ് ഇല്ലാത്തൊരു സ്ഥലം. ഞാൻ എന്ത് ചെയ്യുന്നോ, അടുത്തുള്ള ഞാൻ ഗൂഗിളിൽ നോക്കും. ഒറ്റയ്ക്ക് വെക്കൂല. ഒറ്റയ്ക്ക് വെക്കാൻ പഠിക്കണം. അതാ ഞാൻ ചോദിച്ചത്. ആധികാരികമായി കാറ് നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോ എന്റെയൊക്കെ വീട്ടിൽ നിന്ന് പറയാറുണ്ട്, ഇത് ഓടിച്ചാൽ മാത്രം പോരാ, ഇതിന്റെ ഇപ്പൊ ഇറങ്ങുന്ന സമയത്ത് ടയറൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? ടയറുണ്ടോ വെറുതെ. അതുപോലെ നമുക്ക് അറിയാലോ, കുറച്ച് പോയാൽ മതിയല്ലോ, അപ്പൊ നിൽക്കും. ഇപ്പൊ ടയർ പൊട്ടിപ്പോയാലോ? ടയർ പൊട്ടിപ്പോയി. അതുപോലെ ഇപ്പൊ വൈപ്പറിൽ വെള്ളം ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല, കുറവാ. അപ്പൊ മെയിന്റനൻസ് ഇല്ല, വണ്ടി ഓടിക്കാൻ അറിയാം. ഞാൻ വാഷ് ചെയ്യാൻ കൊടുക്കും, അവര് ബാക്കി നോക്കും എന്നാണ് എന്റെ ഒരു നിഗമനം അല്ലേ? പക്ഷെ അങ്ങനെ പൊതുവെ പറയാറുണ്ട് കേട്ടോ, നമ്മള് വണ്ടി എടുക്കുന്നതിന് മുന്നേ 4 ടയർ ചെക്ക് ചെയ്യണം, വൈപ്പറിൽ വെള്ളം ഉണ്ടോ ചെക്ക് ചെയ്യണം, റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ ചെക്ക് ചെയ്യണം. അതൊക്കെ ഞാനും പഠിച്ചത്. ഈ മിറർ സെറ്റപ്പ് എങ്ങനെയാ? ഞാൻ പൊതുവെ മറന്നു പോകാറുണ്ട് മിറർ സെറ്റ് ചെയ്യാൻ. മിറർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇതിലൂടെ നോക്കുന്ന ആളാണ്, അതിലൂടെ നോക്കും. ചിലവര് ഒരു ഇത് മാത്രമേ നോക്കാം. നൈറ്റ് ഡ്രൈവിംഗ് ആണോ മോർണിംഗ് ഡ്രൈവിംഗ്? എനിത്തിങ്, ബോത്ത്. ഓക്കെ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ രാവിലെ പോകാൻ ഇഷ്ടം. ഇനി നമ്മള് എറണാകുളത്ത് ഡ്രൈവ് ചെയ്യാന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു ഡ്രീം സെലിബ്രിറ്റീനെയും കൊണ്ടിട്ട് ഞാൻ 3 ഓപ്ഷൻ തരും. ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെയും കൊണ്ട് ഒരു ഡ്രൈവ് പോകണമെങ്കിൽ അത് ഏതായിരിക്കും? ഫസ്റ്റ് വൺ ഇസ് പ്രണവ് മോഹൻലാൽ, സെക്കൻഡ് വൺ ദുൽഖർ സൽമാൻ, തേർഡ് വൺ കാളിദാസ് ജയറാം. I think I would go for ദുൽഖർ സൽമാൻ. അതെന്താ പ്രണവ് മോഹൻലാലിന് ഇഷ്ടം മുന്നേ പറഞ്ഞിട്ടില്ലേ? അയ്യോ, അങ്ങനെയല്ല. ദുൽഖറിന് കാറിനെയൊക്കെ പറ്റി കുറച്ചുകൂടി അറിയാം. അപ്പൊ മേ ബി അതിനെയൊക്കെ കുറിച്ച് എനിക്ക് ചോദിച്ചു പഠിക്കാൻ പറ്റും, കുറച്ചുകൂടി അറിവ് നേടാൻ പറ്റും. പക്ഷെ ഇതിൽ ആൾക്കാർ ചോദിക്കൂട്ടോ, പ്രണവ് മോഹൻലാൽ ക്രഷാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തേച്ചോന്ന് ചോദിക്കും. അത് ചോദിക്കട്ടെ, ലോകോക്ക കാം ഹെ കഹന. അപ്പൊ DQനെ കൊണ്ടാണ് വണ്ടിയിൽ പോകാൻ ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ DQ സൈഡിൽ ഇരുന്നാൽ ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. DQന്റെ ഇഷ്ടപ്പെട്ട കാറുകൾ ഏതാണ്? അങ്ങനത്തെ അല്ല, കുറച്ച് പെക്യുലർ കാറിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ ചേച്ചിക്ക് അറിയാത്ത എന്തെങ്കിലും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള. അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അതൊക്കെ മെന്റലി വരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ താങ്കൾ ചോദിക്കുമ്പോ എനിക്ക് പെട്ടെന്ന്
ഡ്രൈവ് പോവാൻ ഇഷ്ടം, കാറിന്റെ കാര്യങ്ങൾ സംസാരിച്ച് പോവാൻ ഇഷ്ടം DQ തന്നെയായിരിക്കും. DQ ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ DQ വളരെ ഇഷ്ടമാണ് എന്നുള്ളത്. ഏതെങ്കിലും റേസിംഗ് കാർ ഓടിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? എനിക്ക് അച്ഛൻ ഒരു ആൽട്രോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് റേസിംഗ് മോഡലാണ്. സോ അത് ഓടിക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. എന്താ അത് ഇതും തമ്മിലുള്ള ഡിഫറൻസ് തോന്നിയേ? അത് കുറച്ചുകൂടി പവർ ഉണ്ട്. correct. അത് ഓടിക്കുമ്പോ നമുക്ക് തന്നെ ഒരു നമ്മളെന്തോ ഒരു സംഭവം അങ്ങനെ തോന്നും. അല്ല, അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ കുറച്ചുകൂടി ലൂസ് ആണ്, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്, നല്ല പവർ, നല്ല CC ഉണ്ട്. ഏതൊക്കെ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ട്? ഞാൻ ബെൻസ്, നമുക്കറിയാം, ബെൻസ്, ആൽട്രോസ്, മൈക്ര. ഇപ്പൊ അച്ഛൻ പുതിയതായിട്ട് കൈലാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കൈലാക്ക് I20. പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടി ഭയങ്കര ഒരു ഇപ്പൊ ഹെവി വെഹിക്കിൾ ആണെന്ന് വിചാരിച്ചോ, ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഏതായിരിക്കും താല്പര്യം? ഡിഫൻഡർ. അല്ല, നമ്മളിപ്പോ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഒക്കെ എടുത്ത് ബസ്, ട്രക്ക്, JCB അങ്ങനെയൊക്കെ പോവാണെങ്കിൽ ഏത്? മറ്റേ നമ്മളെ പ്രൈവറ്റ് ബസ്സാ അത് ഓടിക്കാനാ ഇഷ്ടം? ബസ്സാ ഇഷ്ടം? പൊതുവെ ആൾക്കാർ ഇങ്ങനെ JCB എന്നൊക്കെ പറയാറുണ്ട്, നമുക്ക് അറിയില്ലാത്തൊരു പക്ഷെ ഭയങ്കര ടഫ് അല്ലേ? ആണോ? ബസ് ആകുമ്പോ കുറച്ചുകൂടി നല്ല ആക്സിലറേറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പൊ കാറിനെ പറ്റിയിട്ട് ആധികാരികമായി പറയാൻ എന്താ അറിവ് കുറവാണോ? പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൂടാട്ടോ, നമ്മള് പൊതുവെ ഗേൾസിനോട് അങ്ങനെ ഒരു പുച്ഛമുണ്ട് ആൾക്കാർക്ക്. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ കയറി നോക്കൂ, എന്റെ ഡ്രൈവിംഗ് സ്കില്ല് ഭയങ്കര. അതെന്തായാലും ഞാനൊന്ന് പരീക്ഷിച്ച്, എനിക്കും ഒന്ന് പരീക്ഷിക്കാൻ തരണോ എങ്ങനെയാണ് ഈ കാറിന്റെ ഇത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ കാറിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ ബാക്കി കാഴ്ചയിൽ നിന്ന് ഡിഫർ ചെയ്ത് നിൽക്കുന്ന ഒരു ഫീച്ചർ എന്തായിരിക്കും? ഓടിച്ചു നോക്കി, ചേച്ചി കുറെ വണ്ടി ഓടിക്കുന്ന ആളാണല്ലോ, എന്തായിരിക്കും ഒരു ഡിഫർ ചെയ്ത് നിൽക്കുന്ന ഫീച്ചർ? അങ്ങനെയൊന്നും ഇല്ലടോ, ഇതിനങ്ങനെ വളരെ വലിയ ഫീച്ചേഴ്സ് ഒന്നുള്ള ഒരു വണ്ടിയല്ല. വളരെ ബേസിക് ആയിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമുള്ള ഒരു വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ അല്ല. ഫുൾ ഓപ്ഷൻ അല്ല. ഈ കാറിന്റെ ഡിക്കി സ്പേസ് എങ്ങനെയാ? നല്ല സ്പേസ് ഉണ്ട്. അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ നമ്മൾ ഷൂട്ടിന് പോകുമ്പോ? നമുക്ക് വലിയ ബാഗ് ഒക്കെ വെക്കാനുണ്ടെങ്കിൽ കാറിന്റെ ഡിക്കിയില് അടിയില് ഈ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പിന് കൂടെ കുറച്ച് സാധനങ്ങളുണ്ട്. മറ്റേ സ്പാനറും കാര്യങ്ങളൊക്കെ. സ്പാനറും പിന്നെന്താ ജാക്കി, എന്താ അറിയോ? കേട്ടിട്ടുണ്ട്. എന്നാലും എന്തായിരിക്കും ഇതൊക്കെ? നമ്മള് കാർ ഓടിക്കുമ്പോ അറിഞ്ഞിരിക്കണം. ഞാനിപ്പം പഠിച്ചോളൂ, എന്നാലും എനിക്കറിയുന്ന പറഞ്ഞുതരാലോ. ജാക്കി എന്താ? ജാക്കി വെച്ചാൽ നമ്മള് വണ്ടി പഞ്ചർ ആവുമ്പോ ടയർ മാറ്റാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ മാറ്റണത്. കാറിനെ പറ്റിയിട്ട് ഭയങ്കര എന്താ ക്രേസ് ആണ് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ദിസ് ഓർ ദാറ്റ് സെഗ്മെന്റ് ചോദിക്കാം. മ്യൂസിക് ലൗഡ് ഓർ വിൻഡോസ് ഡൗൺ? മ്യൂസിക് ലൗഡ്. ആണോ? AC ഇട്ട് പോകുന്നതാ ഇഷ്ടം? ഹെയറിന്റെ ഇതില് കോൺഷ്യസ് ആണോ? അതാണോ? അങ്ങനല്ല, ഭയങ്കര ചൂടല്ലേ. അതുകൊണ്ട് പിന്നെ പൊടിയാവല്ലേ ഉള്ളിലേക്ക്. ഞാൻ അത്ര കോൺഷ്യസ് അല്ല. എനിക്ക് വിൻഡോസ് തുറന്നിട്ട് പാട്ടുണ്ടാവും, പക്ഷെ എന്നാലും AC-നേക്കാളും ഒരു നാച്ചുറൽ അതാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. നമ്മള് സ്റ്റിയറിംഗിന്റെ കേസിലേക്ക് വരുമ്പോ സ്റ്റിയറിംഗ് പാനൽ ഉണ്ടല്ലോ, നമ്മള് സ്റ്റിയറിംഗിന്റെ അവിടെ കുറച്ച് ആക്സസറീസ് ഉണ്ട്. ഇതിന്റെ ബോണറ്റ് പൊക്കുന്ന സംഭവം എവിടെയാ? ഞാൻ അത്രയും ക്ലൂ തുടങ്ങി. ഈ ബോണറ്റ് പൊക്കുന്ന ഒരു സ്വിച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ട്, അതെവിടെയായിരിക്കും? ഐ ഡോണ്ട് നോ. ഞാൻ അത്രയും ക്ലൂ തന്നില്ലേ. സ്റ്റിയറിംഗിന്റെ ഞാൻ അങ്ങനെ തുടങ്ങിയേ, അറിയില്ല. സ്റ്റിയറിംഗിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. എന്താണെന്ന് അറിയൂ, എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഫോൺ വിളിച്ച് ചോദിക്കും. ആവശ്യം വന്നിട്ടില്ല അതൊക്കെ. പക്ഷെ വഴി കിടന്ന ഒന്ന് ആൾക്കാർ കാണാൻ വേണ്ടി പൊക്കി വെക്കാനെങ്കിലും പഠിപ്പിക്കായിരുന്നു. അല്ല, സ്റ്റിയറിംഗിന്റെ നമ്മളെ താഴെ തന്നെ ഇങ്ങനെ ഒരു പുഷ് ചെയ്യുന്ന സാധനം ഉണ്ട്, അത് വലിച്ച ഇത് പൊങ്ങി വരും. ഇതൊക്കെ ഞാനും ഇങ്ങനെ ഓടിച്ചു. താങ്കളാണ് എന്റെ ഗുരു. അയ്യോ, അങ്ങനെയല്ല, നമ്മള് ചോദിക്കണമല്ലോ. കാർ ഇത്രയും പാഷനായിട്ട് ഓടിക്കുന്ന, അതെ, കാർ ഇത്ര പാഷനായിട്ട് ഓടിക്കണ ഒരാള് കാറിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽസ് നമ്മള് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ ഡ്രീം കാർ എടുക്കണം എന്ന് പറഞ്ഞല്ലോ, എന്നത്തേക്കാ പ്ലാൻ ചെയ്യണം? ഒരു വിഷൻ ഇൻ 3 years. ഡിഫൻഡർ എടുക്കും ഉറപ്പാ? അപ്പോഴേക്കും മാറൂന്ന് അറിയില്ല കേട്ടോ ഇഷ്ടം. പിന്നെ എനിക്ക് മിനി കൂപ്പർ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. കൊറേ കാർസ് ലിസ്റ്റിലുണ്ട് അല്ലേ? ഇത് നമ്മളെ ഫസ്റ്റ് ബേബി ആണ്. ഇതിനെ കൊടുക്കൂല? കൊടുക്കോ? അതൊക്കെ ആണോ? അടുത്തത് എടുക്കാം. എന്താവും അറിയില്ല, ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവൂന്നൊന്നും അറിയില്ല. നോക്കാം. ഫസ്റ്റ് ബേബിന്റെ ഒരു ഇമോഷണൽ സാധനം ഉണ്ടാവൂലോ. ഇതുവരെ ലൈഫിൽ കാർ ഓടിച്ച ബാഡ് എക്സ്പീരിയൻസസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇൻ കേസ് ഉണ്ടായാൽ പാനിക് ആകുന്ന ഒരാളാണോ? അത് ഒറ്റയ്ക്കാണെങ്കിൽ പാനിക് ആവുമോ?
ഒരു രാത്രി 2 മണി ആ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാനിക് ആവോ? പാനിക് ആവും. ആവും. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു നൈറ്റ് ഡ്രൈവ് നടത്തി. കോട്ടയം ടു, ഇന്നലെ അല്ല മിഞ്ഞാന്ന്, കോട്ടയം ടു എവിടേക്ക്, എറണാകുളം വരെ. അപ്പൊ ഈ വരുന്ന, ഞാൻ ഓടിച്ചത് രാത്രി 10:30-ക്കൊക്കെ, 10:11. അപ്പൊ എങ്ങാനെങ്കിലും ബ്രേക്ക് ഡൗൺ ആവോ, ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാ എന്ത് ചെയ്യും? ആരെങ്കിലും ഒന്ന് റീപ്പ് ചെയ്യോ? അങ്ങനത്തെ അഗാധമായ ചിന്തകളിലേക്ക് പോയി. ഡ്രൈവ് ചെയ്യുമ്പോ മൈൻഡ് കട്ടാവാറുണ്ടോ? നമ്മള് പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്ത് പോവായിരിക്കും, പക്ഷെ ഇടയ്ക്കൊന്ന് നമ്മുടെ ചിന്തകളിൽ പോവുമല്ലോ. പക്ഷെ എന്നാലും കൂടുതലും ഇതിൽ തന്നെയായിരിക്കും. പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാ? ഹാൻഡ് ബ്രേക്കിന്റെ യൂസ് ചെയ്യുന്ന ആളാണോ? പൊതുവെ എല്ലാരും യൂസ് ചെയ്യും, അങ്ങനെയല്ല. ഹാൻഡ് ബ്രേക്ക് നമ്മളിങ്ങനെ വലിക്കാൻ, ഈ പെണ്ണുങ്ങള് വണ്ടി ഓടിക്കുമ്പോഴേ ഇങ്ങനത്തെ കുറച്ച് ടോക്സ് ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ഒന്നും വലിച്ചാ പൊങ്ങൂല, ആൺപിള്ളേര് തന്നെ വരണം, അങ്ങനത്തെ. അത് ഞാൻ അങ്ങനെ റിലേറ്റ് ചെയ്ത്, നമ്മള് പെൺപിള്ളേര് വണ്ടി കുറച്ച് കുറവാണല്ലോ ഓടിച്ചാലും. ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ഡ്രൈവ് പോകുമ്പോ ഏതെങ്കിലും വണ്ടി ഫ്രണ്ടിലുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡ് പറയും അതൊരു പെണ്ണ ഓടിക്കണേന്ന്. പക്ഷെ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ ഒരു സാധനം ഉണ്ട്. അത് ഗായത്രി സുരേഷ് തിരുത്തി മാറ്റോ? ഓഫ്കോഴ്സ് മാറ്റോ? എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പ്രോ ഡ്രൈവറാ, ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ ഗായത്രി സുരേഷിന്റെ കൂടെ ഒരു ഡ്രൈവ്? ഇരിക്കുമ്പോ തന്നെ നമുക്കറിയാം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആവുന്നുണ്ട് കേട്ടോ വണ്ടി ഓടിക്കുമ്പോ. ഇപ്പൊ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ടാണ് മുഖത്തൊരു ടെൻഷൻ ആണോ? അതല്ല, എന്റെ മുടി കേടുവരരുത്. കഷ്ടപ്പെട്ട് രാവിലെ ഒരുങ്ങി വന്നിട്ട് മുടി കേടാവരുത്. മുടി കേടായ പോയി, എല്ലാം പോയി. പക്ഷെ എന്നാലും നമ്മള് ഡ്രൈവിങ്ങിലുള്ള ഒരു ഇത് വിടൂല. അതെ, വിടൂല. ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ഇവിടെ ഇതിലിങ്ങനെ എഴുതി കാണിക്കും എല്ലാം. നമ്മളെ ഇതിന്റെ പെട്രോൾ ഇനി എത്ര ഉണ്ടാവും. ഇപ്പൊ റിസർവിലല്ല, വഴിയിലാവില്ലല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ പെട്രോൾ എനിക്ക് ഫുൾ ടാങ്ക് അടിച്ചു തന്നു. ലോട്ടറി. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞാല് നമ്മളെ ഭാഗ്യം പോലെ മറ്റേ പെട്രോൾ തീർന്ന് വഴിയിലാവുള്ള ഒരവസ്ഥ എന്തായാലും ഇല്ല. ഈ സ്റ്റിയറിംഗിൽ കാണുന്ന സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? എന്താണാവോട്ടോ അല്ല, അത് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഇത് ലൈറ്റ് ഇടുന്ന സാധനം, വൈപ്പർ ഇടുന്ന സാധനം, അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? അതിന്റെ ഈ കുഞ്ഞു കുഞ്ഞു ബട്ടൺസ് ഒക്കെ എന്തിനാ? ഈ വൈപ്പർ പെട്ടോക്കെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ്. അയ്യോ, അത് ആവശ്യമുണ്ട്. എന്ത്? ഈ ടൈമിംഗ് സെറ്റ് ചെയ്യണത്. നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും വൈപ്പറിന്. ആണോ? പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ മഴ പെയ്തോണ്ടിരുന്നാലോ? അതാ പറഞ്ഞ ടൈമിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് നമ്മള് സ്ലോയിൽ ഇട്ടാലും അതിന്റെ ടൈമിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡിൽ ഇട്ടാലും എത്ര നമ്പർ ഓഫ് ടൈംസ് എത്ര അത് വരണം, അതിന്റെ സ്പീഡൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭയങ്കര സംഭവങ്ങളൊക്കെ ഉള്ള വണ്ടിയല്ലേ. അപ്പൊ നമ്മളതെല്ലാം മാക്സിമം യൂസ് ചെയ്യണോ? ഈ ഏരിയ ഒക്കെ എങ്ങനെയാ? പാട്ട് വെക്കാൻ മാത്രം വരുന്ന ഒരു ഏരിയ ആണോ? പാട്ട് വെക്കാനും കോൾ എടുക്കാനും വലിയ ഓപ്ഷൻസ്. ഓ മൈ ഗോഡ്. അപ്പൊ ഇപ്പൊ നമ്മള് വണ്ടിയിൽ പോകുന്ന സമയത്തെ ഭയങ്കരമായിട്ട് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോ ഇവിടെ ഫോഗ് ആവില്ലേ? അത് കളയാൻ എന്താ ചെയ്യാ? അതെനിക്കറിയാം. ഇതിങ്ങനെ ചെയ്താലും പോവാത്ത ഫോഗ് ഉണ്ട്. AC ഇടും. AC ഇട്ട് കഴിഞ്ഞാൽ ഫോഗ് കുറെയൊക്കെ പോകും. ഹീറ്റ് ഇടുവോ? ഹീറ്റ് ഇടുന്ന എന്തിനാ? ഹീറ്റ് ഇടുന്നത് തണുപ്പ് കൂടിയിട്ട് ചൂടാവാൻ. ഞാനെന്നാ പിന്നെ പോട്ടെ. ഹീറ്റ് തണുപ്പ് കൂടിയിട്ട് ചൂടാവാൻ വേണ്ടിട്ടാണ് ഹീറ്റ് ഇടുന്നത്. അതിനാണ് AC കുറച്ചാ പോരെ? അല്ല, പെട്ടെന്നൊന്ന് ഹീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലാണ്ടും ഈ ഫോഗ് പോവാൻ വേണ്ടിട്ട് ഇത് ഹീറ്റ് മോഡിലേക്ക് ഇടുന്നുണ്ട്. ചൂടടിച്ചാ അങ്ങനെ പോലേ, ഉരുകി പോലെ. ഇത് ടെക്നിക്കാലിറ്റീസ് ഭയങ്കരമാ. അതിന് ഞാൻ എന്തുകൊണ്ട് പഠിച്ചു? എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് എന്റെ ഉപ്പ. കൂടെ ഞാൻ ഓടിക്കുന്നത് എന്റെ ഭർത്താവിന്റെ കൂടെ. പിന്നെ ഞാൻ എങ്ങനെ ആമ്പിള്ളേര് സൈഡിലിരുന്നാ അറിയാലോ. എങ്ങനെ അച്ഛന്റെ കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ക്ഷമയുണ്ടോ? അച്ഛന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അച്ഛന് നമ്മളെ ഇരുന്നിട്ട് എന്താ പറയാ, ബ്രേക്ക് ഇടൂ അങ്ങനെയൊന്നും പറയില്ല. ഇല്ല. എന്റെ ഉമ്മ അങ്ങനെയായിരുന്നു. അവിടുന്ന് വണ്ടി വരുമ്പോ എന്റെ അടുത്ത് പറയും, തനുതാ ലോറി വരുന്നു. അങ്ങനെ ടെൻഷൻ ആക്കുന്ന ആരും കൂടെ ഉണ്ടായിട്ടില്ല. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര ചില്ലായിരുന്നോ? ഡ്രൈവിംഗ് സ്കൂളും സാർ, ഞാൻ ഓരോ തെറ്റുകളൊക്കെ ചെയ്യുമ്പോ സാർ ഞാൻ ഒന്നും പറയുന്നില്ല, ചെയ്തോളാം.
വണ്ടി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എതിരേന്ന് വണ്ടി വരുമ്പോ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഫുൾ ആക്സിലേറ്ററിനും ബ്രേക്കും എല്ലാം കാറിലെടുക്കും, സ്റ്റിയറിംഗിൽ നിന്നും കൈയെടുത്ത് ഇങ്ങനെ ഇരിക്കും. അത്രയും ഡേഞ്ചറസ് അല്ലല്ലോ. അങ്ങനത്തെ അതായത് ചോദിച്ചാൽ അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത്, ഡ്രൈവിംഗ് സ്കൂളിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സാറ് ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോ ആദ്യമായിട്ട് മനസ്സിലാവാണ്ടിരുന്ന ഒരു സാധനം എന്താ? സാറ് ചിലപ്പോ ബ്രേക്ക് അങ്ങനെ ചെയ്യുക. എനിക്ക് ഏറ്റവും പാട് നമ്മള് കയറ്റത്തിൽ പോകുമ്പോ വണ്ടി ഓഫ് ആവില്ല. അത് വളരെ പേടിയുള്ള ഒരു കാര്യമായിരുന്നു. എങ്ങനെ റെഡിയാക്കി? അത് മേക്സ് മാൻ പെർഫെക്റ്റ് അല്ലേ? അതിനൊരു ഒരു ഇതുണ്ട്, ഒരു എന്തായാലും പറയാ, അതെന്താ ഹാഫ് ക്ലച്ചില്, അതൊക്കെ അറിയില്ലേ? അതൊക്കെ അറിയാം, അതൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ ടോട്ടലി അതിന്റെ മസിൽ മെമ്മറി ഇടും. ഞാൻ 18 വയസ്സ് തൊട്ട് ഓടിക്കണം. അപ്പം എന്ത് വന്നാലും റിഫ്ലെക്സ് ആണ്. ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാ ഉപയോഗം? ഇവിടെ ഷെയ്ഡ്സ് ഉണ്ടോ? പിന്നെ ഇത് ഷെയ്ഡ്സ് ഉണ്ട്. കണ്ണാടി നോക്കാൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഓടിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. തരുമോ? താല്പര്യമാണോ? എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടീസ് ട്രൈ ചെയ്യാൻ, ഡിഫറെന്റ് കാർസ് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് പറഞ്ഞ് ഇതിനെ പൊക്കി വെച്ചേക്കുന്നോണ്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ആ സീറ്റ് ഞാൻ പാസഞ്ചർ പ്രിൻസസ് ആവും. അപ്പൊ ഞാൻ എടുക്കോട്ടെ ചേച്ചി, രണ്ടും കൽപ്പിച്ച് പോയി നോക്കാം. ടെൻഷൻ ഉണ്ടോ? ഇല്ല. സാധാരണ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി വേറെ ആരെങ്കിലും ഓടിക്കുമ്പോ സാധാരണ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഉണ്ടോ ടെൻഷൻ? താങ്കളല്ലേ നേരത്തെ പറഞ്ഞ വുമൻ ഷുഡ് സപ്പോർട്ട്. ശരിയാ, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പൊതുവെ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, വണ്ടി ഓടിച്ചാൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നൊക്കെ ഒരു ധാരണയുണ്ട്. എന്താ ചേച്ചിയുടെ അഭിപ്രായം എന്താ അതില്? അത് ഭയങ്കര മോശമായ ഒരു കാര്യല്ലേ അങ്ങനെ ചിന്തിക്കുന്ന? എനിക്ക് തോന്നിയിട്ടുള്ളത് ഗേൾസ് ഓടിക്കുമ്പോ കുറച്ചുകൂടി ആക്സിഡൻസ് കുറവാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. തിരിച്ചല്ലേ പറയാറ്? ആണോ? നമ്മൾ അത്രയും കോഷ്യസ് ആയത്. ശരിയാ. ആണുങ്ങൾ പൊതുവെ ഭയങ്കര ഹാഷ് ഡ്രൈവിംഗ്. അയ്യോ, ഇനി ഇതിന്റെ ബാക്കില് ആണുങ്ങളൊക്കെ വന്നിട്ട് നമ്മള് ഭയങ്കര സേഫ് ആൻഡ് അല്ലേ, എല്ലാവർക്കും മാന്യതയൊക്കെ കാണിച്ച് നമ്മള് എങ്ങനെ ഈ റോഡ് എന്താ നമ്മള് വണ്ടി ഓടിക്കുമ്പോ പറയാറുണ്ട് എല്ലാരും റോഡ് മാനേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് മാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. അതൊക്കെ എങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ടോ? ഉണ്ട്. അത് നമ്മുടെ ഓട്ടോമാറ്റിക് ഇൻസ്റ്റന്റ്ലി മനസ്സുകൊണ്ടേ അങ്ങനെയാണ്. അതായത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള അതെല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യും. കാർ ഓടിക്കുമ്പോഴും അത് അപ്ലൈ ചെയ്യും. ഇപ്പൊ കാർ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താ? ഈ റോഡില് ബാക്കി ആൾക്കാർ ചെയ്യണല്ലോ. ബ്ലോക്ക് ഇപ്പൊ എല്ലാവർക്കും ഇറിറ്റേറ്റിംഗ് ആണ് പൊതുവെ. ബാക്കിയുള്ളവർ ചെയ്യുന്ന കാര്യത്തിൽ എന്താ ഇറിറ്റേറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഈ KSRTC ബസ് അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് ബസ് പറയാൻ മറന്നുപോയില്ലേ? അതായത് അവർ ഓവർടേക്ക് ചെയ്യണതൊക്കെ, അതായത് ഇപ്പൊ 2 ലെയിനുള്ള ഒരു റോഡാണെങ്കിൽ അവിടുന്ന് കുറെ വണ്ടികൾ നിൽക്കുന്നുണ്ടാവും, എന്നാലും ഇവർ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്ത്. അതുപോലെ ഹോൺ അടിക്കുന്നത്, ഇപ്പൊ ഫ്രണ്ടില് ഭയങ്കര ബ്ലോക്ക് ആണെങ്കിലും ഭയങ്കര ഹോൺ അടിച്ച് അതൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോ ഇറിറ്റേറ്റിംഗ് ആവും. പേടിയാ. എനിക്ക് ഈ അടുത്തൊരു ട്രോമ ഉണ്ടായിരുന്നു. എന്ത്? അതായത് അങ്കമാലിയില് വളരെ ബ്ലോക്കിൽ നിക്കുക. അപ്പോ എന്റെ സൈഡിലൊരു ലോറി, ഞാൻ ഈ സൈഡില് കേറി പോവാൻ എനിക്ക് വളരെയധികം സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ കേറി പോവാൻ നോക്കിയപ്പോ ഇദ്ദേഹത്തിന് അങ്ങോട്ട് ദേഷ്യം കേറിയിട്ട് ഇദ്ദേഹം കാറിനെ ഇങ്ങോട്ട് ഒരച്ചാള് മുന്നോട്ട് കേറി. ഫ്രണ്ടിലെ കാറിനെ? എന്റെ കാറിനെ. അയ്യോ, ഏതായിരുന്നു കാറുണ്ടാച്ചിട്ട്? ബെൻസ്. അമ്മേ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ട്രോമയാ. ഞാൻ പറയും എന്താ വെച്ചാ പൊക്കോളൂ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാലും അപ്പൊ ഈ ഒരച്ചിട്ട് പോയ ആളെ ഒന്നും പറഞ്ഞില്ല? അവർക്കിപ്പോ എന്താ കുഴപ്പം? ശരിയാ, ലോറിയല്ലേ, അവരുടെ മറ്റേ പാട്ടയുടെ പെയിന്റേ പോവുള്ളൂ. നമുക്കല്ലേ കൂടുതൽ മെയിൻ്റെനൻസ്. എന്നാലും ആ ഒരു അഗ്രഷന്റെ പുറത്ത് വഴിയിൽ നിന്ന് ചൂടാവാൻ അങ്ങനത്തെ ഇൻസിഡൻസ് വരുമ്പോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഒന്നാമത് നല്ല വെയിലുണ്ടായിരുന്നു. വെയിൽ കോൺഷ്യസ് ആണല്ലേ ഡ്രൈവ് ചെയ്യുമ്പോ? കൂടുതൽ ഷെയ്ഡ്സ് വെക്കോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഷെയ്ഡ്സ് വെക്കുക കൂടുതലും ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ